ഈ കുറേ ആൾക്കാർക്ക് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഒരുപാടില്ല, കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയി പറഞ്ഞുതരാം. അപ്പോൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ ഫുള്ളായി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചിലവർക്കുള്ള ഡൗട്ടാണ്, ഈ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നടക്കുമോ, അല്ലെങ്കിൽ എന്താ ഈ യൂണിവേഴ്സ് നമ്പർ പല നമ്പറും ഉണ്ട്, അപ്പോൾ അതൊക്കെ എഴുതിയാൽ വിജയിക്കുമോ, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് വെറും ഒരു എന്താ പറയുക, ഒരു തട്ടിപ്പ് പോലെയാണ്. അത് വെറുതെ ചുമ്മാ പറഞ്ഞ് നടക്കും, ഇങ്ങനെയൊക്കെ ഡൗട്ടുണ്ട്. ഇങ്ങനെ ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡൗട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു, അത് നടക്കട്ടെ. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയില്ല. അപ്പം പറയും നമ്മൾ മാനിഫെസ്റ്റേഷൻ നല്ലതാണ്, ലോ ഓഫ് അട്രാക്ഷൻ നല്ലതാണ്, ഈ യൂണിവേഴ്സ് നമ്പർ അങ്ങനെ കുറേ പുകഴ്ത്തി പറയും ഇല്ലേ. പക്ഷെ നമ്മുടെ ആഗ്രഹം നടക്കാതെ ഇരുന്നാവോ അത് വെറുതെ തട്ടിപ്പാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയും. അപ്പം ഈ നടക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ ക്ഷമയോടുകൂടെ തന്നെ വിശ്വാസത്തോടുകൂടെ തന്നെ ചെയ്യണം. എന്തൊരു കാര്യം ആയിക്കോട്ടെ അത് നല്ല പൂർണ്ണ ക്ഷമയോടെ കൂടെ ചെയ്യണം, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുറേ യൂണിവേഴ്സ് നമ്പർ ഞാനും ആദ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് നിങ്ങളെപ്പോലെ ക്ഷമ എന്നുള്ള ഒരു വാക്ക് എന്താ പറയുക എൻ്റെ അക്ഷരത്തിലില്ല, എൻ്റെ ബുക്കിലില്ല. എനിക്ക് വേഗം കിട്ടണം, ഞാൻ ആഗ്രഹിച്ചത് നേടണം എന്ന് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ ആ ചിന്ത എൻ്റെ എത്രത്തോളം എനിക്ക് തോൽവി മാത്രം തന്നിട്ടുള്ളൂ. കാരണം ഞാൻ 12 ആയിക്കോട്ടെ അല്ലെങ്കിൽ 11 ഫസ്റ്റൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി നോക്കി. പക്ഷെ ആ പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ അയ്യോ കിട്ടില്ല. നമുക്ക് ഈ എഴുതുമ്പോൾ വേറെ ഒരു മനസ്സിൽ ചിലപ്പോൾ ആ ഒരു ചിന്ത കിട്ടുമോ, അല്ലെങ്കിൽ ആ 21 ദിവസം ആയിക്കോട്ടെ അപ്പോഴേക്കും കിട്ടും, അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ആ ചിന്ത കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടുകൂടി എന്താ പറയുക നടന്നു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. പ്രപഞ്ചത്തിനെ ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല. പക്ഷെ പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കും. കാരണം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ എന്താ പറയുക ഡെയിലി കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞ് അവസാനം ഒരു ക്ഷമ നമുക്ക് ഒരു 20 ദിവസം 21 ദിവസത്തെ ആണെങ്കിൽ ഒരു 18 ദിവസമൊക്കെ പറഞ്ഞു നിന്നിട്ട് എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ച കാര്യമൊന്നും നടക്കുന്നില്ല. പക്ഷെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്ത് മതിയാവും. ഇനി ഇത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ഇത്രയും ദിവസം ചെയ്തൊരു റിസൾട്ടും കിട്ടിയില്ല പറഞ്ഞ് നമ്മൾ ഈ 21 ദിവസം ചെയ്യേണ്ടത് ഒരു അവസാന ഘട്ടത്തിൽ വെച്ച് നമ്മൾ വേണ്ടാന്ന് വെക്കും. അപ്പം ഇത്രയും ദിവസം ചെയ്തത് പക്ഷെ ആ പ്രപഞ്ചശക്തി നമ്മളെ പരീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ തരുന്നത്. ഈ എന്താ പറയുക സത്യസന്ധമായിട്ടാണോ ഈ പ്രാർത്ഥിക്കുന്നത്, മനസ്സറിഞ്ഞ് വിശ്വാസത്തോടു കൂടിയാണോ എന്നൊക്കെ നമ്മളൊന്ന് ഒരു കുറച്ച് ദിവസം ഇങ്ങനെ പരീക്ഷിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ അതിനുള്ള ക്ഷമയില്ല നമ്മൾക്ക്. അപ്പോഴേക്കും നമ്മൾ അത് ഇട്ടിട്ട് പോയി. അപ്പം നമുക്കത് ജസ്റ്റ് അവിടെ തോൽവി സംഭവിച്ചു. എക്സാമ്പിൾ പറയണേ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി. നമ്മൾ എല്ലാ മെനു നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല, അത് കൊണ്ടുവരാനുള്ള വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ആയിട്ടുണ്ടാവില്ല. ജസ്റ്റ് അപ്പോഴേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് എണിച്ച് വേറൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പോയ ശേഷമായിരിക്കും ഇവിടെ ഈ ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പം എന്തായി, നമ്മൾ പകല് മുഴുവൻ വെള്ളം കോരിയിട്ട് അന്ത്യയാകുമ്പോൾ കുടം ഉടയ്ക്കുക എന്നൊക്കെ ഒന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ ചെയ്താൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ.
അതൊരു നമ്മ പരീക്ഷിച്ച് ചെയ്യാൻ പാടില്ല. നടക്കോ നടക്കില്ല, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരിക്കലും നമ്മ മാനിഫെസ്റ്റേഷൻ. പ്രപഞ്ച ശക്തി പറഞ്ഞാൽ അത്രയും ശക്തിയാണ്. നമുക്കിഷ്ടപ്പെട്ട ദേവതകളെ നമ്മ വിശ്വസിക്കില്ല അല്ലേ? ദേവന്മാര് ദൈവത്തെ വിശ്വസിക്കും. അതേപോലെ തന്നെ അതിനൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ പ്രപഞ്ചശക്തി. ഈ ഇഷ്ടപ്പെട്ട ദേവതയും അതേപോലെ പ്രപഞ്ചശക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മനസ്സിലെ എല്ലാ നെഗറ്റീവ് എനർജികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഇഷ്ടപ്പെട്ട ദേവതയും അതേപോലെ തന്നെ പ്രപഞ്ചശക്തിയും കൂടെ ഉണ്ടെങ്കിൽ നടക്കും, അത് ഉറപ്പാണ്. പിന്നെ മാനിഫെസ്റ്റേഷൻ നമുക്ക് അത് ലഭിക്കുന്നത് കുറച്ച് വൈകിയാലും നമുക്ക് ലഭിക്കുന്നുള്ള ഒരു സൂചനയാണ്. നമ്മുടെ ഒരു കാര്യം നമ്മളുടെ നഷ്ടപ്പെട്ടു പോകുക പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു 10,000 രൂപ ആവശ്യമുണ്ട്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു, നമുക്ക് പ്രപഞ്ചത്തോട് നമ്മൾ ചോദിച്ചു. പക്ഷെ ഈ ചോദിച്ച് 2 ദിവസം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ഒരു 2,000-3,000 കയ്യിലുണ്ടാവും, അത് ചെലവായി പോകും. അപ്പം നമ്മ എന്ത് ചെയ്യും? നമ്മൾ ചോദിച്ചത് കിട്ടിയില്ല, നമ്മുടെ കയ്യിലുള്ളത് പോവുകയും ചെയ്തു, ഭയങ്കര കഷ്ടമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിലും വലുത് നമ്മൾക്ക് എന്തോ കിട്ടാനുണ്ട്, പ്രപഞ്ചശക്തി ആയാലും നമുക്ക് തരാനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡിൽ പോകണം. അല്ലാണ്ട് അയ്യോ നമ്മ 10,000 ചോദിച്ചു അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല ഇങ്ങനെയുണ്ടോ വെറുതെ അങ്ങനെ കൊണ്ട് പ്രാഗിയിട്ടോ അല്ലെങ്കിൽ നമ്മ നെഗറ്റീവ് എനർജി മനസ്സിക്ക് കൊടുത്തിട്ടോ യാതൊരു കാര്യമില്ല. നമ്മ പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടേയിരിക്കണം. മനസ്സിൽ പോസിറ്റീവ് എനർജി കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ഊർജം കിട്ടുള്ളൂ. അപ്പം അത് നമുക്ക് ചെറിയൊരു നഷ്ടങ്ങൾ അത് സ്വാഭാവികമാണ്. കഷ്ടപ്പാടും ദുരിതവും ഇല്ലാത്തവരാരും ഇല്ല, എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. പക്ഷെ ആ കഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മൾ എഴുന്നേൽത്ത് അതിനൊരു 10 രൂപ കിട്ടുമ്പോൾ ആ ഒരു സുഖമില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതെന്താ അവരുടെ ജീവിതമൊക്കെ, ചിലവർ ചിന്തിക്കും അവർക്ക് ഒരു സങ്കടവും ഇല്ല, സന്തോഷത്തോടുകൂടി എന്ത് നല്ല കാറ് വീട്. പക്ഷെ അവരുടെ മനസ്സിൽ വിഷമം അവരുടെ അടുത്ത് ചോദിക്കണം. കാരണം അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയെന്ന് അവർക്ക് മാത്രം അറിയുള്ളൂ. കാരണം അവർ പുറത്തിങ്ങനെ പുഞ്ചിരിച്ച് നടക്കണം. അവരുടെ ആ വിജയത്തിൻ്റെ മുന്നിലും ഉണ്ടാകും വലിയൊരു സീക്രട്ട്. അവരുടെ അടുത്ത് അത് ചോദിക്കണം. നമ്മൾ ഒരാളെ കണ്ടിട്ട് ഒരിക്കലും വിലയിരുത്താം അവരുടെ ഫേസ് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ വീടും പണവും സ്വത്തും ഒന്നും കണ്ടിട്ട് വിലയിരുത്താൻ പറ്റില്ല. അവർക്ക് വന്ന വഴി, കഷ്ടപ്പെട്ട വഴികൾ, അതെല്ലാം അവരോട് ചോദിച്ചാൽ മാത്രം അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് എനർജികളെ മൊത്തം എടുത്ത് കളയുക. നമ്മൾ ഒരു താഴ്ച വരുമ്പോൾ നമ്മൾ തളരാതെ മുന്നോട്ട് നിൽക്കുക. എനിക്കിതിലും വലുത് എന്തോ കിട്ടാനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഉറപ്പായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ സങ്കടങ്ങളെല്ലാം മാറും. കാരണം നമുക്ക് ഈ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതം തന്നെ എന്താ പറയുക താഴോട്ട് കൊണ്ടുപോകണം. നമുക്ക് തോൽവി വരുന്നത് നെഗറ്റീവ് എനർജിയാണ്. അല്ലാണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും എന്താ പറയുക തോൽക്കില്ല. നമുക്ക് എന്തൊരു കരച്ചിലോ സങ്കടമോ വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരട്ടെ, ഇതിലും വലുത് കിട്ടും, എനിക്ക് ലഭിക്കും എന്ന് ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയി നിങ്ങൾക്ക് ഉറപ്പായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അപ്പം മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 2 പോയിന്റുകൾ നിങ്ങൾ എന്തായാലും മറക്കാതെ എന്താ പറയുക മനസ്സിൽ തന്നെ വയ്ക്കുക. ഒന്നാമത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ഷമയാണ് അത്യാവശ്യം, ക്ഷമ വേണം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചതിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ച് കിട്ടുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വേറെ ഒരു സംശയമോ എന്താ പറയുക ഒരു ചിന്താഗതിയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഉറപ്പായാലും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.